നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. ഞാനിപ്പോൾ ഇത് ഷൂട്ട് ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് എനിക്ക് ഖത്തറിൽ നിന്ന് ഫവാസ് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ വിളിച്ചു. മലപ്പുറത്തുകാരനാണ്. ഒരുപാട് നേരം സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ ദാമ്പത്യ ജീവിതം 1 വർഷമേ നിലനിന്നുള്ളൂ. ഇതുവരെയും കടമായ ശേഷം അതെല്ലാം തീർക്കാനായിട്ടാണ് ഖത്തറിൽ ചെന്നത്. ഒരുപാട് നേരം ഫവാസിൻ്റെ സ്വകാര്യ ദുഃഖങ്ങൾ മുഴുവൻ എന്നോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഫവാസേ, 1,18,00,000 രൂപയുടെ കടം വന്നപ്പോൾ പോലും ഞാൻ മദ്യപിക്കുകയോ താടി വളർത്തുകയോ കടം തന്നവർ വരുമ്പോൾ മുങ്ങുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവസാനം നമ്മൾ കിടപ്പാടം വിറ്റ് ഞാൻ 1 രൂപ പോലും ആർക്കും കൊടുക്കാനില്ലാതെ കടം തീർത്തു. ഇപ്പോൾ ഞാൻ സന്തോഷമായിട്ട് ജീവിക്കുന്നില്ലേ? നിരാശപ്പെടരുത് എന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു. എന്നോട് പറഞ്ഞത്, ചേട്ടാ, എനിക്ക് നിങ്ങളുടെ പ്രോഗ്രാമുകൾ നൈറ്റ് ഡ്യൂട്ടിയാണ് എല്ലാ ദിവസവും. അതിന് പോയിട്ട് വന്ന് ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ഏതെങ്കിലും ഒരു എപ്പിസോഡ് കാണുമ്പോൾ എനിക്കൊരു ശാന്തതയുണ്ട് മനസ്സിന്. തീർച്ചയായിട്ടും ഞാൻ തിരിച്ച് നാട്ടിൽ വരുമ്പോൾ ഒരു ദിവസം ചേട്ടനെ കാണാൻ വരും. ഞാൻ പറഞ്ഞു, പിന്നെന്ത്, വരുന്നതിൻ്റെ തലേ ദിവസം വിളിച്ചാൽ മതി, ഞാൻ തിരുവനന്തപുരത്തുണ്ട് എന്ന് ഉറപ്പിച്ച ശേഷം വന്നാൽ മതി, നമുക്ക് കാണാം എന്ന് പറഞ്ഞു. കുറേ നേരം സംസാരിച്ചു. ഫോൺ വയ്ക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞത്, എനിക്ക് മഞ്ജു വാര്യരെയും ദിനേശ് ചേട്ടനെയാണ് ഇഷ്ടം, നിങ്ങളുടെ പ്രോഗ്രാമും അവരുടെ സിനിമയിലെ അഭിനയവും. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, മഞ്ജുവായിട്ട് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു, എനിക്ക് നേരിട്ട് പരിചയമില്ല, പക്ഷേ എനിക്ക് ബഹുമാനമുള്ള നടിയാണ്. ഞാനൊരു ഭാഗ്യവാനല്ലാത്തതുകൊണ്ട് പറ്റിയൊരു അബദ്ധം കൂടി പറഞ്ഞു. മഞ്ജു സ്കൂളിൽ പഠിക്കുമ്പോൾ, 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, നമ്മുടെ തിരുവനന്തപുരത്ത് കലാകൗമുദി അടക്കം അല്ലെങ്കിൽ മലയാളം വാരിക അടക്കം ഡിസൈൻ ചെയ്തിരുന്ന ഭട്ടതിരി, നാരായണ ഭട്ടതിരി, എൻ്റെ ഒരു ദിവസം ഒരു സ്കൂൾ യുവനോത്സവത്തിന് സ്റ്റേജിൽ ഡാൻസ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ പടം തന്നിട്ട് പറഞ്ഞു, ഈ കുട്ടിക്ക് സീരിയലിൽ എന്തെങ്കിലും ഒരു വേഷം കൊടുക്കണം, പാവപ്പെട്ട ഒരു കുട്ടിയാണ്. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ പരിഗണിക്കാമെന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ എൻ്റെ ഭാഗ്യക്കേടുകൊണ്ട് ഒരു വേഷം കൊടുക്കാൻ കഴിഞ്ഞില്ല. ചിലപ്പോൾ സീരിയലിൽ വന്നിരുന്നെങ്കിൽ ഇന്നത്തെ മഞ്ജു ആവുകയില്ലായിരുന്നു. എന്നാൽ മഞ്ജുവിനെ ആദ്യമായിട്ട് അഭിനയിപ്പിച്ചത് ഞാനായിരുന്നു എന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാമായിരുന്നു. ഈ കഥയും ഞാൻ ഫവാസിനോട് പറഞ്ഞു. അപ്പോൾ ഫവാസ് പറഞ്ഞു, ഞാൻ ശാന്തിയുള്ള ദിനേശുമായിട്ട് നല്ല ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരും വിശ്വസിക്കുന്നില്ല, എൻ്റെ പേരൊന്ന് പറയണേ ഏതെങ്കിലും ഒരു പ്രോഗ്രാമില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നോക്കാം, ചൂടോടെ ഇന്ന് തന്നെ ചെയ്യുന്ന പ്രോഗ്രാമിൽ പറയുകയാണ്. ഫവാസിനും ഫവാസിൻ്റെ സുഹൃത്തുക്കൾക്കും കുടുംബത്തിനുമെല്ലാം ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കലുമല്ല. പിന്നെ ഞാൻ ഇപ്പോൾ CPIMൻ്റെ എനിക്ക് അർഹമാണോ എന്നെനിക്ക് സംശയമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വത്തിലാണ്, ചുമതലയിലാണ്, പദവിയല്ല. ആ ചുമതലയിൽ ഇരിക്കുമ്പോൾ ഞാൻ ഓരോ കാര്യത്തിലും കൂടുതൽ ജാഗ്രത കാണിക്കണം. ഏത് സിനിമ കാണാൻ പോകണം, ഏത് സിനിമ കണ്ടിട്ട് ഇങ്ങനെ അഭിപ്രായം പറയണം, ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ ചെറിയൊരു ശ്രദ്ധക്കുറവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്ന് തന്നെ ഞാൻ സമ്മതിക്കുകയാണ്. എനിക്ക് സമ്മതിക്കുന്നതിന് യാതൊരു കുറച്ചിലുമില്ല. ഈ പറഞ്ഞ സിനിമയുടെ സംവിധായകൻ എനിക്കിപ്പോൾ അയച്ചൊരു മെസ്സേജുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണ്. അപ്പം അദ്ദേഹം ഇത് ഞാൻ കാണണമെന്ന് അദ്ദേഹം ആവർത്തിച്ച് നിർബന്ധിക്കും. ഞാൻ ഡൽഹിയിലാണ്, എനിക്കിത് കാണാൻ പറ്റില്ല, ഇപ്പോൾ സിനിമ കാണാൻ പറ്റില്ല. അയ്യോ, ഡൽഹിയിലുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ഒരു തിയേറ്റർ, സത്യം എന്ന് പറയുന്ന തിയേറ്ററിൽ, ഇത് സത്യമാണ് കേട്ടോ, ആ തിയേറ്ററിൻ്റെ പേര് സത്യം എന്നാണ്. അപ്പോൾ അത് കാണാൻ ഞാൻ പോയത്. അത് കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഒരു കൂട്ടർ വന്നിട്ട് പ്രതികരണം ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ഉള്ളടക്കം നിങ്ങളത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞത് കറക്റ്റാണ്. ഇത് കലാപരമായി വലിയ ഔന്നത്യമുള്ളൊരു സിനിമയല്ല, എന്നാൽ ബോറ് സിനിമയുമല്ല. അതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് പറഞ്ഞു. ഞാൻ ആകെ പരാമർശിച്ചത് ആ സിനിമയുടെ സംവിധായകൻ്റെ പേരാണ്. കാര്യം അയാളുടെ സ്നേഹപൂർണമായ നിർബന്ധം, അയാൾ ആദ്യമായിട്ടൊരു സിനിമ സംവിധാനം ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പോയത്. പക്ഷേ ഈ പറഞ്ഞ പോലുള്ള വിമർശനങ്ങളെല്ലാം ഉന്നയിക്കാൻ വേണമെങ്കിൽ കഴിയും. കാരണം എന്താ, ആ സിനിമയെ ഞാൻ എൻഡോസ് ചെയ്തു. അപ്പോൾ ഇന്ന ആളുള്ള സിനിമയല്ലേ നിങ്ങൾ എൻഡോസ് ചെയ്തതെന്ന് പറയാനുള്ള അവകാശം സമൂഹത്തിനുണ്ട്. അതാണ് അവർ ഉപയോഗിച്ചത്. അപ്പോൾ അത് പലതരത്തിൽ എന്നെ വിമർശിച്ചവരുണ്ട്. ആ വിമർശനങ്ങളെയൊക്കെ ഞാൻ വിനയത്തോടുകൂടി അഭിമുഖീകരിക്കുകയാണ്. ഞാൻ ഇത്തരം കാര്യങ്ങൾ കുറച്ചും കൂടെ ജാഗ്രത കാണിക്കേണ്ടതുണ്ട് എന്ന് ഒരു വ്യാഖ്യാനം ഇപ്പം നേതാക്കളെ
ഇത്തരത്തിൽ ഒരു സ്പെഷ്യൽ ഷോ എന്ന രീതിയിൽ കാണിച്ചുകൊണ്ട് അവരുടെ അഭിപ്രായം രൂപീകരിച്ചുകൊണ്ട് അതിലൂടെ ഒരു സമ്മതി നേടിയെടുക്കുക, അങ്ങനെ ഒരു നീക്കം ഉണ്ടോ? അങ്ങനെ കൂടി സംശയിച്ചിട്ടാണോ? അങ്ങനെ ഒരു ചർച്ചയിലേക്ക് ഞാൻ പോകുന്നില്ല. അത് ഈ വിഷയത്തെ കൂടുതൽ വലിച്ചു നീട്ടലാണ്. ഞാനിപ്പം ഏത് സാഹചര്യത്തിലാണ് ഇത് കാണാൻ പോയതെന്നുള്ളത് വിശദീകരിച്ചു. യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ചുള്ള എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എല്ലാ കാര്യങ്ങളിലും വിശദീകരിക്കുന്നുണ്ട്. അതിനോട് ഞാനൊന്നും കൂട്ടിച്ചേർക്കേണ്ടതില്ല. പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയ അവസരത്തിൽ നിങ്ങൾ ചോദിക്കുമ്പം ഞാനതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നുമില്ല. അതിൻ്റെ വേറെന്തെങ്കിലും ദുരുദ്ദേശങ്ങളുണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ ഞാൻ ഇക്കാര്യത്തിൽ കൂടുതൽ കരുതൽ കാണിക്കേണ്ടതുണ്ട് എന്നൊരു പാഠം. ഒരു ക്ലാരിറ്റി കേട്ടിട്ടാണ്, ഒരു റിയാലിറ്റിയാണ്. ഒരു കേസിൽ പ്രതിയായി എന്നുള്ളത് കൊണ്ട് ഒരാളെ ഇങ്ങനെ ചാപ്പുകുട്ടിയാണ്, സിനിമയാണ്, കലാവിഷ്കാരങ്ങളെ കേസുമായിട്ട് ബന്ധമില്ലാത്ത മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങനെ ബ്രാൻഡ് ചെയ്ത് കളർ ചെയ്ത് നിർത്തുന്ന ഒരു സമീപനം ശരിയാണോ? അതൊരു പൊതുബോധത്തിന്റെ ഒരു പ്രശ്നമില്ല. ഇത് നിങ്ങളുടെ ചാനലിൽ നല്ല ഗൗരവമായി വിദഗ്ധന്മാരെ പങ്കെടുപ്പിച്ച് ചർച്ച ചെയ്യാൻ പറ്റിയൊരു വിഷയമാണ്. അത്തരമൊരു ചർച്ച നടക്കട്ടെ. ആ ചർച്ചയിൽ തൽക്കാലം ഞാൻ പങ്കെടുക്കുന്നില്ല. നമസ്കാരം. ഒരു ശത്രുവിനെ കൂടി ഈ പ്രോഗ്രാമിലൂടെ ഞാൻ ഉണ്ടാക്കുകയാണ്. ദിലീപിനെ പരിചയപ്പെട്ട പത്രക്കാരിൽ ദിലീപ് നടിയെ ആക്രമിച്ച കേസിൽപ്പെട്ടപ്പോൾ ദിലീപിനെതിരെ തുടരും പ്രോഗ്രാമുകളും വാർത്തകളും സൃഷ്ടിച്ച ഏതാണ്ട് എല്ലാ മാപ്രകളും ഒന്നുകിൽ ദിലീപിനോട് ടാക്സ് അടയ്ക്കാൻ 2 കോടി രൂപ കടം ചോദിച്ചപ്പോൾ കൊടുക്കാത്തവനായിരിക്കും, അല്ലെങ്കിൽ മറ്റൊരു സിനിമാക്കാരൻ്റെ എർത്തായിരിക്കും. അതുമല്ലെങ്കിൽ ഞാൻ തട്ടിക്കൂട്ടിയ എനിക്ക് വയറ്റുപഴപ്പിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ ഒരു സംഘടനയുണ്ട്. ആ സംഘടനയുടെ ഈ വർഷത്തെ ഏറ്റവും മികച്ച നടനുള്ള അവാർഡ് ദിലീപിന് തരാം. അപ്പോൾ ദിലീപ് ഒന്ന് വാങ്ങണം, നിങ്ങൾ വാങ്ങിയാലേ എനിക്ക് സ്പോൺസറെ കിട്ടും എന്ന് കെഞ്ചിയിട്ട് അയ്യോ ബായി എനിക്ക് വരാൻ പറ്റില്ല എന്ന് ദിലീപ് പറഞ്ഞവനും ശത്രുവാകും. എനിക്ക് ഇവരെയൊക്കെ അറിയാം, നന്നായിട്ട് അറിയാം. ഇവിടെ പറയുന്ന ന്യൂസ് അറ്റ് ഹൗസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്, ന്യൂസ് അറ്റ് ഹൗസ്. ആ ചാനൽ നടത്തുന്ന മഹാൻ ഒരു മധുവാണ്. ഏഷ്യാനെറ്റിൽ നിന്നോ എന്തോ ജോലി രാജിവെച്ച് പോവുകയോ പുറത്താക്കുകയോ ചെയ്ത ഒരു മഹാനാണ്. കഴിഞ്ഞ ആഴ്ച പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ സിനിമ പൊളിഞ്ഞ് പൊട്ടി പാളിസായി എന്ന് പറഞ്ഞ അയാൾ ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു. ഒരു ക്രൂരമായ വന്യമായ ഒരു ചിരിയോടെ, ആളുകളൊക്കെ ആക്കുന്ന പോലെ, കളിയാക്കുന്ന പോലെ ഒരു ചിരിയോടെ ദിലീപിൻ്റെ ആ സിനിമ പൊട്ടി പൊളിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ എന്തോ അയാൾക്ക് നിധി കിട്ടും പോലെയാണ് അയാൾ ആ എപ്പിസോഡ് ചെയ്തത്. ഞാനത് പ്രിൻസ് ആൻഡ് ഫാമിലി ചെയ്തപ്പോൾ ഞാൻ അയാളുടെ പേര് പറയാതെ പറഞ്ഞിരുന്നു. പൊട്ടി പൊളിഞ്ഞു പോയി എന്ന് പറഞ്ഞ് സംതൃപ്തി അടഞ്ഞ ആളായിരുന്നു. ഇപ്പോൾ ദിലീപിൻ്റെ പ്രിൻസ് ആൻഡ് ഫാമിലി കണ്ടിട്ട് ആ സിനിമ ആനുകാലിക പ്രസക്തിയുള്ള ഒരു വിഷയം പറയുന്നു, രസമുള്ള പടമാണ് എന്ന് തുറന്നു പറഞ്ഞ MA ബേബി സഖാവിനെ മുന്നിൽ നിർത്തിയിട്ട് സദാചാര പ്രസംഗം നടത്തുന്ന ഒരു വിഷയവുമായി വന്നിരിക്കുകയാണ് ഈ പറയുന്ന മധു സാർ. CPM-ൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആണല്ലോ ഇപ്പോൾ MA ബേബി. അദ്ദേഹം ഡൽഹിയിൽ ഈ സിനിമ കണ്ടു. അപ്പോൾ ആനുകാലികമായ ഒരു വിഷയം സംസാരിക്കുന്ന ഒരു പുതിയ സംവിധായകൻ ചെയ്ത സിനിമ നല്ല രസമുണ്ട് എന്ന് പറഞ്ഞതിന് ഇവിടെ ആരൊക്കെയോ അദ്ദേഹത്തിൻ്റെ തലയിൽ തീയോരി ഇടുകയും അദ്ദേഹം ഫേസ്ബുക്ക് തിരുത്തുകയൊക്കെ ചെയ്തല്ലോ. അതങ്ങ് ആഘോഷിക്കുകയാണ് ഈ പറയുന്ന ന്യൂസ് അറ്റ് ഹൗസിൻ്റെ മധു. പൾസർ സുനി എന്ന മഹാത്മാവിനെ മറ്റൊരു മാപ്ര ഒളി ക്യാമറ എന്ന് ജനത്തെ പറ്റിക്കാൻ പറഞ്ഞ് ഒരു പാർക്കിൽ കൊണ്ടിരുത്തി അവൻ ചെയ്ത വീരശൂര പരാക്രമങ്ങളെല്ലാം തുറന്നടിച്ച് നടിയെ പീഡിപ്പിച്ച് ചിത്രീകരിച്ച ക്യാമറയും ഒറിജിനൽ സിമ്മും എൻ്റെ പക്കലുണ്ടെന്ന് പറയിപ്പിച്ച് കേസിൻ്റെ വിധി പറയാൻ ഇനിയും നീട്ടാനാകുമോ എന്ന നാടകം കളിച്ചതൊന്നും ഈ പറയുന്ന മാപ്ര മധുവിന് പ്രശ്നമേ അല്ല. അദ്ദേഹം പ്രോഗ്രാം അതൊന്നും കണ്ടാൽ ചെയ്യില്ല. കാരണം അത് ദിലീപിനിട്ട് പണിയാൻ ചെയ്യുന്നതല്ലേ, അതുകൊണ്ട് നമ്മൾ കൂടെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള ഒരു മനോഭാവക്കാരനാണെന്ന് തോന്നുന്നു കക്ഷി. മറ്റു പലർക്കുമായി ഞാൻ എത്രയോ പെണ്ണുങ്ങളെ ഇതുപോലെ എന്തെല്ലാം ചെയ്തു, അതൊന്നും ദിലീപിനായിരുന്നില്ല, മറ്റു പലർക്കും വേണ്ടിയായിരുന്നു എന്ന് ക്യാമറയ്ക്ക് മുന്നിൽ പറയുകയും അത് റിപ്പോർട്ടർ ചാനലിൽ ഒരു ദിവസം തൃശ്ശൂർ പൂരം ആഘോഷിക്കുന്ന പോലെ കാണിച്ചതൊന്നും ഈ പറയുന്ന ന്യൂസ് അറ്റ് ഹൗസ് മധു സാറ് അല്ലെങ്കിൽ ആ മാപ്രയ്ക്ക് വിഷയമേ അല്ല. ഒരു ക്രൂവൽറ്റി മനസ്സിലുള്ള ഒരാളിനെ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ആലോചിക്കേ, യുവനടിയെ ആക്രമിക്കും മുമ്പ് ഞാൻ എത്രയോ സ്ത്രീകളെ ഇതുപോലെ ആക്രമിച്ചു എന്ന് ഒരു ക്രിമിനൽ തുറന്നു പറഞ്ഞിട്ടും ഈ മധുമാപ്രയ്ക്ക് അത് പ്രശ്നമല്ല. കാരണം അവൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ അതൊന്നും ദിലീപിന് വേണ്ടി അല്ല ചെയ്തതെന്ന്. ഈ ഒളി ക്യാമറ ഡ്രാമ ക്ലച്ച് പിടിച്ചില്ല. ഒറ്റ പത്രങ്ങൾ അത് ഏറ്റെടുത്തില്ല. കാരണം അരി ആഹാരം കഴിക്കുന്നവർക്കറിയാം ഈ മൊട്ട അരുണിന് വേണ്ടി പണ്ട് നികേഷ് കുമാറിനായി ഹൈദ്രോളി എന്ന് പറഞ്ഞ ഒരു മഹാൻ ചെയ്ത പണിയാണ്
ഇപ്പോൾ മുട്ടയ്ക്ക് മറ്റൊരുത്തം ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയൊന്നും മധുസാറല്ല, മധുമാപ്ര കാണില്ല. അപ്പോൾ ബേബി സഖാവ് പ്രിൻസ് ആൻഡ് ഫാമിലി ഡൽഹിയിൽ ഏതോ സംഘടന വെച്ച പ്രിവ്യൂവിന് പോയി കാണുകയും ആനുകാലിക പ്രസക്തിയുള്ള വിഷയമാണ് എന്ന് പറഞ്ഞതിലും പിടിച്ചാണ് പുതിയ വർത്തമാനം ഈ മധുസാർ പറയുന്നത്. ആദ്യം ബേബി സഖാവ് കുറിച്ച ഫേസ്ബുക്ക് പോസ്റ്റ്, തിരുത്തിയിട്ട് കുറിച്ച ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം. അദ്ദേഹം ഡൽഹിയിലെ സത്യം എന്ന് പറയുന്ന ഒരു തിയേറ്ററിലാണ് കണ്ടത്. അതുപോലെ അദ്ദേഹം പറയുന്നു, സത്യം എന്ന് പറയുന്ന ഒരു തിയേറ്ററിലാണ് ഞാൻ ഈ പ്രിവ്യൂ കണ്ടത്. പ്രിൻസ് ആൻഡ് ഫാമിലി കണ്ടപ്പോൾ ഒരു നല്ല സന്ദേശമുള്ള സിനിമയാണ് ഇതെന്ന് എനിക്ക് തോന്നി. മറിച്ച് അഭിപ്രായമുള്ളവരും ഉണ്ടാകാം. കലാപരമായി അസാധാരണമായ ഔന്നത്യം ഇതിനില്ലെങ്കിലും അക്രമരംഗങ്ങളോ അനാവശ്യ അസഭ്യ സംഭാഷണങ്ങളോ ഒന്നും ഇല്ലാത്ത ഭേദപ്പെട്ട ഒരു സിനിമയായി തോന്നി. അതുകൊണ്ടാണ് സംവിധായകനെ അല്ലാതെ മറ്റാരെയും പേരെടുത്ത് പരാമർശിക്കാതെ ഞാനത് പങ്കുവച്ചത്. ഇക്കാര്യത്തിൽ ഇതിൽ കൂടുതൽ അർത്ഥമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഇതിൽ അഭിനയിച്ച ആരോപണ വിധേയനായ നടനെ ഞാൻ ന്യായീകരിക്കുന്നു എന്ന് വ്യാഖ്യാനിക്കേണ്ടതില്ല. തികച്ചും അപ്രതീക്ഷിതമായി ഒട്ടേറെ സഖാക്കൾ, അനുഭാവികൾ തുടങ്ങിയവർ സതുദ്ദേശത്തിലും മറ്റു ചിലർ അങ്ങനെ അല്ലാതെയും ഈ കാര്യത്തിൽ എന്നോട് അവരുടെ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയുണ്ടായി. പാർട്ടിയെയും എന്നെയും സ്നേഹിക്കുന്നവരെ ഇത്തരത്തിൽ ഉദ്ദേശിക്കാതെ പ്രയാസപ്പെടുത്തിയതിൽ എനിക്കും വിഷമമുണ്ട് എന്നാണ് ബേബി സഖാവ് തിരുത്തിയ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. കാർക്കശ്യക്കാരനായ സഖാവ് EMS, സഖാവ് VS, സഖാവ് പിണറായിയെ പോലെ സംസാരിക്കാൻ ബേബി സഖാവിന് ആവില്ല. പക്ഷേ സ്വന്തം അഭിപ്രായം പറയുന്ന ബേബി സഖാവിനെ മറ്റുള്ളവർ തിരുത്താനാകും എന്നത് ശരിയായ നടപടിയല്ല സഖാവേ എന്നാണ് എനിക്ക് ബഹുമാനമുള്ള ബേബി സഖാവിനോട് എനിക്ക് പറയാനുള്ളത്. ബേബി സഖാവ് ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം തന്നെ ആയിരിക്കണം. ഇനി ഏത് കൊടി കെട്ടിയവൻ പറഞ്ഞാലും ഞാൻ ആ അഭിപ്രായത്തിൽ നിന്ന് മാറില്ല എന്ന് പറയാൻ CPMൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറിയായ ബേബി സഖാവ് തയ്യാറാകാത്തതിൽ എനിക്ക് അമർഷമുണ്ട് എന്നുള്ളത് ഞാൻ ഒളിച്ചു വയ്ക്കുന്നില്ല. ഞാൻ ഇപ്പോൾ ചോദിക്കട്ടെ, വിലക്കുറവും രുചിയുള്ളതും കൈ തൊടാതെ ഉണ്ടാക്കുന്നതുമായ ജയിൽ ചപ്പാത്തിയും കോഴിക്കറിയും തിന്നുന്നതിൽ കുഴപ്പമുണ്ടോ എന്ന് ഇനി ബേബി സഖാവ് ഈ മറുപടി ഇടുന്നവന്മാരോട് ചോദിക്കണം. കാരണം കൊലപാതക കേസിലെ പ്രതികൾ, പെൺകുട്ടികളെ പീഡിപ്പിച്ച പ്രതികൾ, മോഷ്ടിച്ച കള്ളന്മാർ, ഇവരൊക്കെ തെളിവ് സഹിതം പോലീസ് കോടതിയിലെത്തിച്ച് വാദപ്രതിവാദത്തിന് ശേഷം കുറ്റം ചെയ്തു എന്ന് തെളിഞ്ഞതിനാലാണല്ലോ ശിക്ഷ വിധിക്കുകയും വധശിക്ഷയായിട്ടും ജീവപര്യന്തമായിട്ടും കഠിന തടവായും ഒക്കെ ശിക്ഷിച്ച് ജയിലിൽ വരുന്നത്. ആ അന്തേവാസികൾ ഉണ്ടാക്കുന്ന ചപ്പാത്തിയും ചിക്കൻ കറിയും കഴിക്കുന്നത് തെറ്റായ സന്ദേശമല്ലേ എന്ന് പൊതുസമൂഹത്തിന് നൽകുന്നത് അങ്ങനെ ഒരു തെറ്റായ സന്ദേശമല്ലേ എന്ന് ആരെങ്കിലും സഖാവിൻ്റെ FB പോസ്റ്റിന് താഴെ കുറിച്ചാൽ സഖാവ് മറുപടി എഴുതുമോ, എനിക്ക് തെറ്റുപറ്റി, മേലിൽ ജയിൽ ചപ്പാത്തി ഞാൻ കഴിക്കില്ല എന്ന് ബേബി സഖാവ് പറയൂ? സഖാവിനെ പറ്റിക്കാനാണെങ്കിൽ ഇങ്ങനെ പല ചോദ്യങ്ങളും പലർക്കും ചോദിക്കാമല്ലോ. എന്നെ ഡൽഹിയിൽ നിന്നൊരാൾ വിളിച്ചു. ഇവിടെ തീഹാർ ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്നവർ നിർമ്മിക്കുന്ന ഒരുപാട് മനോഹരമായ സാധനങ്ങൾ വിൽക്കുന്ന ഷോറൂം തീഹാർ ജയിലിലുണ്ട്. ദിവസവും ആയിരക്കണക്കിന് രൂപയ്ക്കാണ് വിൽപ്പന നടക്കുന്നത്. കോടതി അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ തീഹാർ ജയിലിൽ കിടക്കുന്ന പ്രതികൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ വാങ്ങാമോ? കാരണം രാജ്യദ്രോഹം, കൊലപാതകം, പീഡനം ഒക്കെ നടത്തിയവരായിരിക്കുമല്ലോ ഈ സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ചില സാഹചര്യങ്ങളിൽ എന്താ പറയുക, ഭൂരിപക്ഷം പേരും ശിക്ഷിക്കപ്പെടുന്നത് അങ്ങനെയാണ്. അവരുണ്ടാക്കുന്ന സാധനങ്ങൾ വാങ്ങാമോ എന്ന് ചോദിച്ചാൽ ബേബി സഖാവിന് പറയേണ്ടി വരും, അയ്യോ ഇനി ഞാൻ അതൊന്നും വാങ്ങിക്കില്ല, പൂജപ്പര ജയിലിലുണ്ടാക്കുന്ന ചപ്പാത്തിയോ അവിടുത്തെ ചിക്കൻ കറിയോ അവിടുത്തെ മിനറൽ വാട്ടറോ ഞാൻ ഇനി കുടിക്കില്ല എന്നും ബേബി സഖാവിന് പറയേണ്ടി വരും. ഈ പറയുന്ന പുങ്കവന്മാർ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങിയാൽ കോടതി ശിക്ഷ വിധിക്കാതെ നീ കുറ്റവാളിയാണെന്ന് ജഡ്ജ് ഹണിയം വർഗീസ് കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ പറയാതെ, ദിലീപ് അഭിനയിച്ച സിനിമ കാണരുത്, കണ്ടാൽ നല്ലതാണെങ്കിലും നല്ലതെന്ന് പറയരുതെന്ന് പറയുന്ന സമൂഹത്തെ ബേബി സഖാവ് പേടിച്ചോളൂ. CPMൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പേടിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ തന്നെ ബേബി സഖാവ് കണ്ടില്ലേ നമ്മുടെ സർക്കാർ ചെയ്ത പണി? ഒരു പയ്യൻ എത്ര വേഗം സാംസ്കാരിക നായകനായി മാറുന്നു. ശശികല പറയുന്നത് പോലെ ആണല്ലോ ദിനേശ് ചിന്തിക്കുന്നത് എന്ന് പറയരുത്. കുട്ടിയെ കിട്ടിയ അറിവ് വെച്ച് ഡാൻസ് ഓഫ് ടീം ഒരു ഫ്ലാറ്റിലെ മുറിയിലേക്ക് ഇടിച്ചു കയറുന്നു. അവിടെ നിന്ന്
11 താടിയും മുടിയും വളർത്തി കുളിക്കാത്ത ചെറുപ്പക്കാർ ട്രംപിൻ്റെ ഇറക്കുമതി ചുങ്കം കൂട്ടിയതെങ്ങനെ കുറപ്പിക്കാം, പുൽവാമയിലേക്ക് നമ്മൾ പോണോ എന്നൊക്കെ കൂലങ്കഷമായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഡാൻസ് ഓഫ് ടീം. ഇടിച്ചു കയറി റൂമിലേക്ക് ചെല്ലും. 11 പേരുണ്ട്. ചുമ്മാ അവിടെയും ഇവിടെയൊക്കെ പരിശോധിച്ചപ്പോൾ കുറച്ച് കഞ്ചാവ്, പിന്നെ ആളുകളെയൊക്കെ വേണമെങ്കിൽ വെട്ടിക്കൊല്ലാൻ ഉപയോഗിക്കാവുന്ന മഴു, കണക്കിൽപ്പെടാത്ത 9 ലക്ഷം രൂപയോളവും കിട്ടി. പിള്ളേരല്ലേ, ഇത്തിരി കഞ്ചാവ് കിട്ടിയാൽ അപരാധമായി കാണണ്ട എന്ന് അധ്യാപകൻ കൂടിയായ നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗോവിന്ദൻ മാഷ് തന്നെ പറഞ്ഞത്. പിന്നെ മഴു വിറക് വെട്ടി കയറാനോ തേങ്ങ പൊതിക്കാനോ കൊണ്ടുവച്ചതാകാം. 9 ലക്ഷം ഇപ്പോൾ ടോൾ പ്ലാസയിൽ വെച്ച് എത്രയോ കോടി എടുത്തുകൊണ്ട് പോയിട്ട് എന്ത് പണം ഏത് പണം എന്ന് സുരേന്ദ്രൻജിമാർ ചോദിക്കുന്ന കാലത്ത് 9 ലക്ഷം വിട്ടുകളാ, മോൻ തിരുത്തും എന്നാ പറഞ്ഞിരിക്കുന്നത്. മോൻ തിരുത്തി എന്നാണ് ഗോവിന്ദൻ മാഷ് പറയുന്നത്. വാ മോനെ, നീയാണ് സാംസ്കാരിക നവോത്ഥാന നായകനാകേണ്ടത് എന്ന് പറഞ്ഞ് സർക്കാരിൻ്റെ 4ാം വാർഷികത്തിന് പാടിച്ച് പറഞ്ഞ കാശും കൊടുത്ത് പറഞ്ഞു വിട്ടു. പിടിച്ച ഉദ്യോഗസ്ഥന്മാർ എന്തായി എന്ന് ഞാൻ പറഞ്ഞാൽ സൈബർ കേസാവും. ഒന്നാമത്, ഞാനിപ്പോൾ പാർട്ടി വിരുദ്ധനാണ് ബേബി സഖാവേ. പീഡിപ്പിച്ച് സർക്കാരിൻ്റെ ഗസ്റ്റ് ഹൗസിൽ എന്താ പറയുക കൊണ്ടുവന്ന് എന്നെ പീഡിപ്പിച്ചു, അത് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പെങ്കൊച്ച് അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന് സഖാവിൻ്റെ മകനും മരുമകളും നടത്തുന്ന വക്കീൽ ഓഫീസ് വഴി പരാതി കൊടുത്തിട്ട് അത് ശരിയല്ല, ഇയാളുടെ സ്റ്റേറ്റ് ബോർഡ് കാറിലെ സ്റ്റേറ്റ് ബോർഡ് ഊരി വാങ്ങണം, കേസെടുക്കണം എന്ന് പറഞ്ഞ എൻ്റെ പേരിൽ പോക്സോ കേസെടുത്ത് കോടതി കയറ്റുകയും 5 വർഷവും 6 ദിവസവും ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി പീഡന വീരനെ ഇരുത്തി സ്ത്രീകൾക്കായി കർശന നടപടിയെടുക്കുന്ന നമ്മുടെ സർക്കാരാണ് സഖാവേ ഇവിടെ ഭരിക്കുന്നതെന്ന് ഞാൻ ഈ അവസരത്തിൽ ബേബി സഖാവിനോട് പറയുന്നു. ഒരു പെൺകുട്ടിയെ ഒരു സിനിമയിലെ നായികയാക്കാമെന്ന് പറഞ്ഞു 1 വർഷം ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന മഹാൻ, അയാൾ നമ്മുടെ കൂടെ നിൽക്കുമ്പം പീഡിപ്പിക്കാമെന്നുള്ള ന്യായം ശരിയാണോ ബേബി സഖാവേ? 1 വർഷം പീഡിപ്പിച്ചിട്ട് സർക്കാർ കൊടുത്ത ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവന്ന് സർക്കാർ കൊടുത്ത ചുവന്ന ബോർഡ് വെച്ച കാറിൽ കൊണ്ടുവന്ന് പീഡിപ്പിച്ചിട്ട് അവർക്ക് ആ വേഷം കൊടുത്തില്ല. അതാണ് ആ പെൺകുട്ടിയുടെ പരാതി. അപ്പോൾ ആ പരാതി കൊടുത്തപ്പോൾ ആ പെൺകുട്ടി അതിൻ്റെ കൂടെ എഴുതി എന്നെ മാത്രമല്ല പ്രായപൂർത്തിയാകാത്ത ആളുകളെയൊക്കെ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാമെന്ന് എഴുതിയ ഒരു പരാതി വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് ഈ പറയുന്ന സമയം വരെ ആ ഫയൽ പുറത്തേക്ക് വന്നിട്ടില്ല. ഇത് ശരിയാണോ എന്ന് ചോദിച്ച് ഒരു ചാനൽ എന്നെ വിളിച്ചപ്പോൾ അങ്ങനെ അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ എന്ന് പറയുന്ന പോസ്റ്റിൽ ഇരുന്നു കൊണ്ട് സർക്കാർ കൊടുത്ത ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവന്ന് ഒരു പെണ്ണിനെ 1 വർഷക്കാലം പീഡിപ്പിച്ച് ചതിച്ചുവെങ്കിൽ അയാളുടെ കാറിൻ്റെ മുന്നിലുള്ള ചുവന്ന ബോർഡ് ഊരി വാങ്ങണം, അയാൾ അക്കാദമിയിൽ നിന്ന് പുറത്താക്കണം. ഇത് രണ്ടും സർക്കാർ ചെയ്തില്ലെങ്കിൽ കേരളത്തിലെ ഒരു സ്ഥലത്തും ക്യാമറ വയ്ക്കാൻ സമ്മതിക്കാതെ എടുത്തോണ്ട് പോടാ എന്ന് പറയണമെന്ന് ഞാനൊരു ചാനലിൽ പറഞ്ഞു. അതിന് ചെയ്ത പണി എന്താണെന്ന് ചോദിച്ചാൽ അതിലെ ആ പരാതിയിലുള്ള വാചകമുണ്ടല്ലോ, പ്രായപൂർത്തിയാകാത്ത 2 കുട്ടികളെ പീഡിപ്പിച്ചതും എനിക്കറിയാമെന്ന്. അത് പറഞ്ഞതിൻ്റെ പേരിൽ ഏതോ ഒരു പെൺകുട്ടിയെ കൊണ്ട് ഏതോ ജില്ലയിൽ നിന്ന് എനിക്കെതിരെ പോക്സോ കേസ് കൊടുപ്പിച്ചവനാണ് ഈ സാംസ്കാരിക നായകൻ. അയാളെ 5 വർഷമെന്നല്ല 5 വർഷം കഴിഞ്ഞും അടുത്ത ചെയർമാൻ വരുന്നവർ ഇരുത്തിയ സ്ത്രീകൾ വിമോചന പ്രസ്ഥാനമാണ് ഭരിക്കുന്നത് എൻ്റെ പാർട്ടി. എന്ത് ചെയ്യാൻ പറ്റും ബേബി സഖാവ്? ഇതൊക്കെ ഓർക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ദിനേശ് കാരണം ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് കള്ളപ്പരാതി കൊടുത്ത് കോൺഗ്രസിലും BJPയിലും CPMലും ഒക്കെ ഒരേ സമയം കുമ്പിടി കളിക്കുന്ന പെണ്ണും പിള്ളയ്ക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് സടകുടഞ്ഞെണീറ്റ് എൻ്റെ പേരിൽ സൈബർ കേസെടുത്ത എൻ്റെ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഓലപ്പാമ്പുകളെ പേടിക്കരുത് എന്നും ഞാനിപ്പോൾ അദ്ദേഹത്തോട് പറയുന്നു. വീണ്ടും ന്യൂസ് അറ്റ് ഹൗസ് മധു മാപ്രയുടെ കണ്ടെത്തലുകൾ നോക്കാം. ബുക്ക് മൈ ഷോയിൽ മണിക്കൂറിൽ 1000 ടിക്കറ്റുകൾ വിറ്റുപോകുന്നതാണ് മധു മാപ്രയുടെ വലിയ പരാതി. പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ടിക്കറ്റ് ബുക്ക് മൈ ഷോയിലൂടെ 1000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോകുന്നു എന്ന് പറഞ്ഞത് അവൻ സഹിച്ചില്ല. ഒരു ആക്കിയ ചിരിയുണ്ട് കേട്ടോ. ഞാൻ മുമ്പ് ഇയാളുടെ രാഷ്ട്രീയ പ്രോഗ്രാമൊക്കെ കണ്ടുകൊണ്ടിരുന്നതാണ്, ഇനി കാണില്ല. നടിയെ ആക്രമിച്ച കേസിൽ ചാനലിലൊക്കെ വന്നിരുന്ന് ദിലീപിനെ പറയാൻ പാടില്ലാത്തതൊക്കെ പറഞ്ഞ പലരിൽ ഒരാളാണ് ലിബർട്ടി ബഷീർക്ക. അദ്ദേഹം പറയുന്നു, തുടരും പോലെ ദിലീപിൻ്റെ സിനിമയ്ക്കും ഫാമിലി 10-15 ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു, 11 മണിക്കും 12 മണിക്കും രാത്രി എക്സ്ട്രാ ഷോ വയ്ക്കുന്നു, ഈ സിനിമ നല്ല വിജയമാണെന്ന്. പക്ഷേ മാപ്ര മധുവിന് മാത്രം അത് ദഹിക്കുന്നില്ല. യുവരാജ് ഗോകുൽ എന്ന യുവമോർച്ച നേതാവിട്ട ഒരു പോസ്റ്റിൽ പ്രിൻസ് ആൻഡ് ഫാമിലി കോടികൾ നേടുമെന്ന്
പോസ്റ്റ് ഇട്ട് കളഞ്ഞത്രേ എന്നാണ് ഇയാൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇയാളും ഇപ്പോൾ ഒരു കമ്മ്യൂണിസം വെച്ചാണ് സംസാരിക്കുന്നത്. അവസരവാദ കമ്മ്യൂണിസമാണെന്നുള്ള ഒരു ഉറപ്പാണ്. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന പരമപിള്ള പറഞ്ഞ പോലെ, നാടകത്തിൽ പരമപിള്ള പറഞ്ഞ പോലെ എങ്ങനെയും ദിലീപിനെ BJP പാളയത്തിൽ ഈ മാപ്രകൾക്ക് എത്തിക്കണം, അതാണ് അവരുടെ അജണ്ട എന്ന് ഞാൻ പറയും. BJP പാളയത്തിൽ എങ്ങനെയെങ്കിലും ഇയാളെ ചവിട്ടി കയറ്റണം. ആലുവ MLA ഉണ്ടല്ലോ കോൺഗ്രസിൻ്റെ, അൻവർ സാദത്തിൻ്റെ അടുത്ത ആളാണെന്നും അൻവറിനെ ജയിപ്പിക്കാൻ എന്ത് സഹായവും ചെയ്യുന്ന ആളാണ് ദിലീപ് എന്നുമാണ് അവിടുത്തെ പല പരിചിതരായ സഖാക്കളും എന്നോട് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ഒന്നാം പിണറായി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ മമ്മൂട്ടി കഴിഞ്ഞാൽ പങ്കെടുത്ത ഏക സിനിമാക്കാരനും ദിലീപായിരുന്നു. ചട്ടിമറിയത്തിനെ പോലെ മാപ്രകൾ ദിലീപിനെയും BJPയിൽ എത്തിക്കും എന്ന് തോന്നുന്നു. ദിലീപ് സിനിമയ്ക്ക് വേണ്ടി സംഘപരിവാർ പരിശ്രമിക്കുന്നു, ആഘോഷിക്കുന്നു എന്നാണ് മധു മാപ്രയുടെ അടുത്ത കണ്ടുപിടുത്തം. സംഘപരിവാറുകാരെ പറ്റിച്ച് പിരിച്ച് ഹൈന്ദവരെ മഹത്വവത്കരിക്കാനും മുസ്ലിങ്ങളെ താറടിക്കാനും ഒരു അഖിലേന്ത്യാ മുസ്ലിം ഉണ്ടല്ലോ താമരസിംഹൻ എടുത്ത പുഴു മുതൽ പുഴു വരെ എന്ന് പറഞ്ഞ പടം പ്രൊമോട്ട് ചെയ്യാത്ത സംഘപരിവാറുകാരാണത്രേ ഒരു ക്രിസ്ത്യാനി കാസ നിർമ്മിച്ച പ്രിൻസിനെ വിജയിപ്പിക്കാൻ പണിയെടുക്കുന്നതെന്നാണ് മധു മാപ്ര കണ്ടെത്തിയിരിക്കുന്നത്. അവർക്ക് സംഘപരിവാറിന് വിജയിപ്പിക്കണമെങ്കിൽ ഈ പറഞ്ഞ താമരസിംഹൻ്റെ പടമല്ലേ വിജയിപ്പിക്കാനുള്ളൂ. കാരണം അവരെല്ലാം കൂടി പൈസ കോടികൾ ഇട്ട് കൊടുത്ത് എല്ലാം പുട്ടടിച്ചുകൊണ്ട് അവൻ പോയി. ആ പുഴു മുതൽ പുഴു വരെ എന്നുള്ള പടത്തിനെ പ്രൊമോട്ട് ചെയ്യാത്തവരാണ് ഒരു ക്രിസ്ത്യാനിയായ ലിസ്റ്റൻ സ്റ്റീഫൻ പ്രൊഡ്യൂസ് ചെയ്ത ഈ പറയുന്ന പ്രിൻസ് ആൻഡ് ഫാമിലിയെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്നാണ് ഈ മധു മാപ്ര പറയുന്നത്. എനിക്ക് മധുവിനോട് പറയാനുള്ളത്, ഈഴവ സമുദായത്തിലുള്ളവർ മാത്രം കണ്ടിരുന്നെങ്കിൽ സോപ്പ് വിറ്റ കാശിലെടുത്ത ഗുരുസ്വാമിയുടെ കഥ പറഞ്ഞ യുഗപുരുഷനും ചിട്ടിപ്പൈസയിൽ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ കള്ളക്കഥ പറഞ്ഞ 19-ാം നൂറ്റാണ്ടെടുത്തതും സൂപ്പർ ഹിറ്റായി മാറിയെന്നെ. രണ്ടും പൊളിഞ്ഞു പോയല്ലോ. അങ്ങനെയൊന്നും ഇവിടെ പോവില്ലെന്നേ, കള്ള സാധനങ്ങളൊന്നും പോവില്ല. അത് ഈ മധുമാർക്ക് അറിഞ്ഞൂടാത്തതാണ് പ്രശ്നം. ഇത് കേരളമാണ്. നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള വിവേകം മലയാളിക്കുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളുടെയൊക്കെ മസ്തിഷ്ക പ്രക്ഷാളനം ഒരു ചുക്കും ചെയ്യില്ല എന്നാദ്യം പഠിക്കണമെന്നാണ് ഈ മാപ്രയോട് എനിക്ക് പറയാനുള്ളത്. ഗോപാലകൃഷ്ണൻ നായരെ ഒതുക്കാൻ സിനിമയിൽ പൃഥ്വിരാജ്, മമ്മൂട്ടി, ഫഹദ് ഫാസിൽ അടക്കമുള്ള സിനിമാക്കാരും ശ്രമിക്കുന്നു എന്ന ഒരു അജണ്ട ഉണ്ട് അത്രേ. ദിലീപിനും സംഘത്തിനും ഇതിനൊക്കെ എന്താ പറയുക, വിധി വരും വരെ വെളുപ്പിച്ച് കാണിക്കണമെന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്ന കാര്യം. ദിലീപ് എവിടെയെങ്കിലും എന്നെ ഒതുക്കാൻ മമ്മൂക്ക ശ്രമിക്കുന്നു, എന്നെ ഒതുക്കാൻ പൃഥ്വിരാജ് ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഫഹദ് ഫാസിൽ എന്തുകൊണ്ടാണ് കുഞ്ചാക്കോ ഭവൻ വിട്ടുകളഞ്ഞു, ഇവരൊക്കെ ശ്രമിക്കുന്നു എന്ന് ഒരിടത്തും ദിലീപ് പറഞ്ഞെന്ന് എനിക്കറിയില്ല. ഇത് ദിലീപ് വിധി വരും വരെ മറുപടി പറയാനാകില്ല എന്ന എളുപ്പം വെച്ച് വീണവനെ ചവിട്ടി താഴ്ത്തരുത് മാപ്രേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. 1.5 കോടി ദിലീപേട്ടൻ തന്നില്ലെങ്കിൽ 2 കോടി തരാൻ ആളുണ്ട്, അവർക്ക് ഞാൻ ഒറിജിനൽ സിം കൊടുക്കുമെന്ന് ജയിലിൽ കിടന്ന പൾസർ ഗാന്ധി ഫോണിൽ സംസാരിച്ചത് അന്നത്തെ DGP ലോക്നാഥ് ബെഹ്റ പറഞ്ഞതനുസരിച്ച് റെക്കോർഡ് ചെയ്ത് അതിൻ്റെ CD DGP ഓഫീസിൽ ഇപ്പോഴും ഉണ്ട് മാപ്രേ. ഇതാണ് എനിക്ക് അയാളോട് പറയാനുള്ളത്. നിങ്ങൾ 1.5 കോടി തന്നില്ലെങ്കിൽ 2 കോടി തരാൻ വേറെ സിനിമാക്കാരുണ്ടെന്ന് ഞാൻ അവർക്ക് കൊടുക്കും എന്ന് ജയിലിൽ കിടന്നുകൊണ്ട് സംസാരിച്ചത് റെക്കോർഡ് ചെയ്ത് DGPയുടെ ഓഫീസിൽ എത്തിച്ചിരുന്നു. എത്ര DGPമാർ മാറിയതിന് ശേഷം ആ CD ഇന്നുവരെ പരിശോധിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ നേരം വരെ ആരുടെ 2 കോടി തരാനുള്ള സിനിമാക്കാരനെന്ന് ഒരു ഏമാനും ഈ പറയുന്ന പൾസർ ഗാന്ധിയോട് ചോദിച്ചിട്ടേയില്ല. എന്താ മാപ്രേ, മധുമാപ്രയ്ക്ക് അത് അന്വേഷിക്കണമെന്ന് തോന്നാത്തത്? ജയിലിൽ കിടക്കുന്നവന് ദിലീപിൻ്റെയും നാദൃഷയുടെയും നമ്പർ എവിടുന്ന് കിട്ടി? വിളിക്കാൻ സെൽഫോൺ ആര് കൊടുത്തു? അവൻ്റെ അമ്മയ്ക്ക് കൊടുത്തയച്ച കത്തെഴുതാൻ പേപ്പറും പേനയും മേശയും ജയിലിൽ ആര് കൊടുത്തു? ഈ പറയുന്ന മധുമാപ്ര അന്വേഷിച്ചിട്ടുണ്ടോ? എമ്പുരാൻ ഓടിയതുകൊണ്ട് മോഹൻലാലിനെ കൂടി ഗൂഢ നീക്കത്തിലൂടെ ദിലീപിൻ്റെ ആൾക്കാർ ദിലീപിനെ തകർത്തവരുടെ ലിസ്റ്റിൽ ചേർത്തു എന്നാണ് ഇയാൾ കണ്ടുപിടിച്ചിരിക്കുന്ന പുതിയ തിയറി. മോഹൻലാൽ പറയുമെന്ന് എനിക്ക് തോന്നില്ല, ആന്റണി പെരുമ്പാവൂർ പറയുമെന്നും എനിക്ക് തോന്നില്ല. ജനൻ TVയും ജന്മഭൂമി പത്രവും ഫേസ്ബുക്ക് പോസ്റ്റുകൾ വെച്ച് പ്രോഗ്രാമുകളും വാർത്തകളും ഉണ്ടാക്കി വിടുകയാണത്രേ. ഞാൻ ജനൻ TV കാണാത്തതുകൊണ്ട് ജന്മഭൂമി വായിക്കാത്തതുകൊണ്ട് എനിക്കറിയില്ല. ഈ പറയുന്ന മധുമാപ്ര സ്ഥിരമായി അതായിരിക്കും വായിക്കണേ, എന്നിട്ട് കമ്മ്യൂണിസ്റ്റുകാരനായി നടക്കുകയായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, യുവമാർ ദിലീപിനെ BJP പാളയത്തിൽ എത്തിച്ചിട്ടേ നിർത്തൂ ഈ പണികൾ. ഈ മധുമാപ്രയ്ക്ക് പ്രിൻസ് ആൻഡ് ഫാമിലി എടുത്ത ലിസ്റ്റൻ സ്റ്റീഫൻ പിച്ചക്കാരനായി കാണണമെന്ന് നിഗൂഢമായി ചിരിച്ചുകൊണ്ട് ക്രൂവലായ വർത്തമാനം പറയുന്നതിൽ മുഴുവനുണ്ട്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ലിസ്റ്റൻ സ്റ്റീഫൻ കുത്തുവാള എടുക്കണം, ഈ പടം ഓടി എന്ന് ആരെങ്കിലും പറഞ്ഞു, ഇല്ല ഓടിയിട്ടില്ല, പൊളിഞ്ഞു പാളിസായി എന്ന് പറഞ്ഞ് ഇയാൾ ചിരിക്കുന്നവണ്ണം കാണാൻ
ഒരു വന്യമായ ചിരി, അഗ്ലിയായ ഒരു ചിരി എന്ന് ഞാൻ പറയും. ഈ സംഘപരിവാർ അണിചേർന്ന് ഇവിടെ പരിവാർ അണിചേർന്നിരിക്കുകയാണ് അത്രേ CPM ജനറൽ സെക്രട്ടറി MA ബേബി. സംഘപരിവാറിൻ്റെ കൂടെ അണിചേർന്നു എന്ന് MA ബേബി പറയുകയാണെങ്കിൽ ഈ മധു പറയുന്നത് എന്താ? നാളെ രക്ഷാബന്ധം കിട്ടുമോ MA ബേബി? ഞാൻ പറയുന്നത് MA ബേബി ഇതൊക്കെ സൈബർ കേസ് കൊടുത്തിട്ട് എവൻ്റെ കൊണ്ട് കൃത്യമായി ഉത്തരം പറയണം. സംഘപരിവാറിൻ്റെ കൂടെ അണിചേരുകയാണ് MA ബേബി എന്ന്, അതായത് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ചേരുകയാണെന്നാണ് ഇയാൾ പറയുന്നത്. ഡൽഹിയിലെ ഏതോ ടീം സംഘടിപ്പിച്ച ഷോയിൽ പ്രിൻസ് ആൻഡ് ഫാമിലി കണ്ടത് പോട്ടെ, കണ്ടിട്ട് ഏതോ സന്ദേശം കൊടുക്കുന്ന സിനിമയാണെന്ന് ബേബി സഖാവ് പറഞ്ഞത്രേ. ഈ മാപ്രയെ പോലുള്ളവർ ആരുടെയും അനുവാദം വാങ്ങാതെ എന്തും എവിടെയും കയറി ചിത്രീകരിച്ച് കഥയുണ്ടാക്കുന്നതും അത് പാവപ്പെട്ട മനുഷ്യരിലുണ്ടാക്കുന്ന ദുരന്തവും പറഞ്ഞത് സന്ദേശമല്ല എന്നാണ് അയാൾ പറയുന്നത്. ഈ പ്രിൻസ് ആൻഡ് ഫാമിലിയിൽ അതാണല്ലോ പറയുന്നത്. ഒരു അനുവാദവും ഇല്ലാതെ എവിടെയും കയറി ഷൂട്ട് ചെയ്ത് കുടുംബങ്ങളെ തകർക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഈ നവമാധ്യമങ്ങളുടെ വളർച്ചയിലുണ്ടായത് എന്ന് പറയുന്ന ആ ദോഷമാണല്ലോ അതിൽ പറയുന്നത്. പക്ഷേ അക്രോ കുറസേവയാണ് എന്നാണ് ചിത്രത്തിൻ്റെ സംവിധായകനെ ബേബി സഖാവ് പറഞ്ഞു കളഞ്ഞത്രേ. അദ്ദേഹം കുറസേവയെ കുറിച്ചൊന്നും പറഞ്ഞില്ല. അദ്ദേഹം ഒരു നവാഗത സംവിധായകൻ്റെ സിനിമ കണ്ടു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ ദിലീപിനെ വെച്ച് സിനിമ ചെയ്ത ആ സംവിധായകനെ ഈ പറയുന്ന മധു എന്ന് പറഞ്ഞ മാപ്രയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നെനിക്ക് തോന്നുന്നു. ഒരു നവാഗത സംവിധായകൻ ആദ്യമായി കൈവയ്ക്കാൻ പറ്റാത്തൊരു വിഷയമെടുത്ത് നന്നായി വൃത്തിയായി മിസ്കാസ്റ്റ് ഇല്ലാതെ ചെയ്തു. പ്രേക്ഷകർക്ക് ഇഷ്ടമായി. അവനെ കളിയാക്കുന്നത് കുറസോവിയുമായിട്ടാണ്. എന്ത് ചെയ്യാൻ പറ്റില്ലേ? എന്നാൽ ഈ മാപ്രയൊക്കെ ധരിക്കുന്നത് ഈ മധുവിൻ്റെയൊക്കെ ഒരു മനസ്സിലെ ചിന്ത എന്ന് പറയുന്നത്, ഒരു യൂട്യൂബിൽ കോലം പിടിച്ച് നടന്നാൽ അദ്ദേഹമൊക്കെ വിചാരിക്കുന്നത് ഞാനൊരു VK മാധവൻ കുട്ടിയാണ്, അല്ലെങ്കിൽ TVR ഷേണായിയുടെ മോളി വരും, PTI ശശികുമാറാണ്, അല്ലെങ്കിൽ TJS ജോർജാണ് എന്നൊക്കെയാണ് ഇവനൊക്കെ ചിന്തിക്കുന്നത്. നീയൊക്കെ പ്രണോയ് റോയിയുടെ വാലിക്കെട്ടാൻ പറ്റുന്ന ഐറ്റംസുകളല്ല എന്ന് ആദ്യം തന്നെത്താനെ ഓർക്കുന്നത് നല്ലതായിരിക്കും എന്ന് ഞാൻ പറയും. ദിലീപിൻ്റെ സ്റ്റാർഡം തിരിച്ചു പിടിക്കാൻ ക്യാമ്പയിൻ നടത്തുന്ന സിനിമയാണ് ബേബി സഖാവ് സന്ദേശമുള്ള സിനിമ എന്ന് പറഞ്ഞു കളഞ്ഞത് അത്രേ എന്നാണ് അവൻ പറയുന്നത്. ഇതിൽ രസമെന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന സിനിമയുണ്ടല്ലോ, അതിൽ പറയുന്ന കഥയോ അതിൽ വല്ല സന്ദേശവും ഉണ്ടോ എന്നൊന്നും ഈ മധുമാപ്രയ്ക്ക് അറിയില്ലത്രേ. കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾ സിനിമ കണ്ടിട്ടില്ല. അപ്പോൾ എത്ര വിവരദോഷിയാണ് ഈ മഹാൻ എന്നാലോചിക്കാം. MA ബേബി ഇനി ഒരു സിനിമ കാണാൻ പോകും മുമ്പ് ഇയാളെ വിളിച്ച് NOC വാങ്ങിയിട്ടേ പോകാവൂ എന്നാണ് എനിക്ക് ബേബി സഖാവിനോട് പറയാനുള്ളത്. ഹലോ, ഇന്നൊരു മോഹൻലാലിൻ്റെ സിനിമ ഇറങ്ങിയിട്ടുണ്ട്, ഞാൻ പോയി കാണട്ടെ മധു മാപ്രെ എന്ന് ചോദിച്ചിട്ട് അയാളുടെ പെർമിഷൻ വാങ്ങിയിട്ട് വേണം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പോയി സിനിമ കാണാൻ എന്ന് ഞാൻ പറയുന്നു. P ജയരാജൻ നരിവേട്ട കാണാൻ പോയി, പിണറായി വിജയൻ എമ്പുരാൻ കണ്ടു, താനെന്തിനാ പ്രിൻസ് ആൻഡ് ഫാമിലി കണ്ട് അഭിപ്രായം പറഞ്ഞത് എന്നാണ് ഈ വിദ്വാൻ്റെ ചോദ്യം. എത്രമാത്രം പകയാണിവന് എന്നാണ് ഞാൻ ചിന്തിച്ചത്. CPM അണികൾക്കാകെ ബേബി സഖാവ് പ്രിൻസ് ആൻഡ് ഫാമിലി കണ്ടതിലും അഭിപ്രായം പറഞ്ഞതിലും വലിയ അമർഷമുണ്ട് എന്ന് ഇയാൾ കണ്ടുപിടിച്ചു കളഞ്ഞു. എല്ലാ ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്നും എന്താ പറയുക, ഇയാൾക്ക് റിപ്പോർട്ട് കിട്ടി എന്ന് തോന്നും പറയുന്ന കേട്ടാൽ. ഞാനെന്തായാലും വെള്ളായണി ജംഗ്ഷനിലെ ഞാൻ ബ്രാഞ്ചിലുണ്ടായിരുന്ന ബ്രാഞ്ച് ഉണ്ടല്ലോ വെള്ളായണി ജംഗ്ഷനിലെ, ആ ബ്രാഞ്ചിൽ തിരക്കാം. ന്യൂസെറ്റ് ഹൗസ് മധു മാപ്രയ്ക്ക് നമ്മുടെ ബ്രാഞ്ചിൽ നിന്നും എത്ര പേർ ബേബി സഖാവ് കണ്ട സിനിമയ്ക്കെതിരെ അമർഷം പാസ്സാക്കിയെന്ന് ഞാൻ അന്വേഷിക്കാം. യുവരാജ് ഗോകുലിൻ്റെ ആഹ്വാനം കേട്ടിട്ടാണത്രേ നരിവേട്ടയും എമ്പുരാനും കാണാതെ ബേബി സഖാവ് പ്രിൻസ് ആൻഡ് ഫാമിലി കണ്ടതെന്നും ഈ പത്രവീരൻ ഉറപ്പിച്ച് പറയുന്നു. എത്ര നിരുത്തരവാദപരമായി സംസാരിക്കുന്നു എന്ന് ആലോചിച്ചു. യുവമോർച്ചയുടെ നേതാവായ യുവരാജ് ഗോകുൽ പറഞ്ഞിട്ടാണെന്ന് MA ബേബി പോയി ഡൽഹി ചെന്ന് പ്രിൻസ് ആൻഡ് ഫാമിലി കണ്ടത്. പിണറായിയുടെ പോലീസ് ആയതിനാലാണത്രേ ഈ നടനെ പിടിച്ച് അകത്തിട്ടത്. മറ്റൊരു പോലീസും ചെയ്യില്ലത്രേ. അതാണല്ലോ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ച് ആഹാരം ലേറ്റായതിന് ഹോട്ടൽ അടിച്ചു തകർക്കുകയും എൻ്റെ കയ്യിൽ നടിയെ ആക്രമിച്ച ക്യാമറയും ഒറിജിനൽ സിമ്മുമുണ്ട്, ഇതുപോലെ എത്ര എണ്ണത്തിനെ ഞാൻ മുൻപും പൊക്കിയിരിക്കുന്നു എന്നൊക്കെ വിധി പറയാത്ത കേസിലെ 1-ാം പ്രതി ധൈര്യമായി ക്യാമറയുടെ മുന്നിൽ പറഞ്ഞതും വില കൂടിയ കാറിൽ പറക്കുന്നതും. അവനെ തൊടില്ല എന്ന് നന്നായി അറിയാം അവന്. ഈ കേസിൽ മാത്രമേ ഇതൊക്കെ നടക്കൂ. കേസ് വിധി പറയും മുമ്പ് ഈ കേസിൽ നടി തോൽക്കുമെന്ന് നടിയുടെ കേസ് വാദിക്കുന്ന വക്കീൽ പെണ്ണുമ്പിള്ള തന്നെ പറയുന്നതും, ചാനൽ ചർച്ചകളിൽ ദിലീപിനെതിരെ ഘോരം വാചകമടിച്ച വക്കീലിനെ നടി പറഞ്ഞതിൻ്റെ പേരിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആക്കുന്നതും ഒക്കെ ഈ കേസിലെ നടക്കൂ മധുമാപ്രേ. ഇതൊക്കെ കണ്ടാൽ മധുമാപ്ര ഇരുന്ന് ഇളിക്കും എന്നുള്ള അല്ലാതെ
ഇതൊന്നും ചോദ്യം ചെയ്യില്ല. ഹേമ കമ്മിറ്റി വരെ ഉണ്ടാക്കുകയും അവർ പലതും കണ്ടെത്തുകയും ചെയ്തതൊന്നും ബേബി സഖാവ് അറിഞ്ഞില്ലേ എന്നാണ് ഇയാളുടെ ചോദ്യം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ഉടനെ ദിലീപിനെതിരെ അല്ലേ ആക്ഷേപങ്ങൾ മുഴുവൻ എന്ന് തോന്നും ഇയാൾ ഇളിക്കുന്ന കണ്ടാൽ. ബേബി സഖാവിനോട് ചോദിക്കുകയാണ്, ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നത് സഖാവ് അറിഞ്ഞില്ലേ എന്നാണ് ചോദിക്കണേ. അവൻ ചോദിക്കുന്ന കേട്ടാ തോന്നും ആ റിപ്പോർട്ടിൽ മുഴുവൻ ദിലീപിനെ കുറിച്ചാണ് പരാതി എന്നാണ്. ഒരാളും അതിൽ ദിലീപിനെതിരെ പരാതി കൊടുത്തൊന്നും എനിക്കറിയില്ല. സാധാരണ പാർട്ടി മെമ്പറുടെ ജാഗ്രത പോലും ഇല്ലാത്ത ജനറൽ സെക്രട്ടറി ആണല്ലോ എന്നാണത്രേ CPM-കാരുടെ പരാതി. ഇയാളോട് പറഞ്ഞിട്ടല്ലേ പാർട്ടി കേഡർമാർ സിനിമ കാണുന്നതും കണ്ട സിനിമയെ വിലയിരുത്തുന്നതും ഒക്കെ. എന്ത് കാര്യമായിട്ട് പറയുമെന്ന് ആലോചിച്ച്. സാധാരണ പാർട്ടി മെമ്പർമാരുടെ ജാഗ്രത പോലും ഇല്ലാത്ത ജനറൽ സെക്രട്ടറി ആണല്ലോ ബേബി സഖാവ് എന്ന് CPM-കാർ പറയുന്ന ഒരാളെ പേര് പറ. ഒരു സഖാവും പറയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെയും വളവളവളാന്ന് മധുമാപ്ര എന്തൊക്കെയോ പുലമ്പുന്നുണ്ട്. കഷ്ടപ്പെട്ട പൈസ കൊണ്ട് വാങ്ങിയ ഫോണായതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് പകുതി വെച്ച് ആ പ്രോഗ്രാം ഓഫ് ചെയ്തു. കാരണം എനിക്ക് എറിഞ്ഞു പൊട്ടിക്കാൻ ഒക്കില്ല എൻ്റെ ഫോണിനെ. ഇവിടെ നിർത്തുന്നു. ഒന്നുകിൽ ദിലീപിനോട് അല്ലെങ്കിൽ ബേബി സഖാവിനോട് ഈ പറയുന്ന മാപ്രയ്ക്ക് ചുരുക്കുണ്ട് എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അതുകൊണ്ടാണ് ഈ ഇല്ലാത്ത കഥയുണ്ടാക്കി ബേബി സഖാവിനെ എന്താ പറയുക ഒരു സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്നത്. അത് ദിലീപിനോടുള്ള ദേഷ്യമാണോ ബേബി സഖാവിനോടുള്ള പകയാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ മധു എന്ന് പറയുന്ന ന്യൂസ് അറ്റ് ഹൗസ് എന്ന് പറഞ്ഞ ചാനൽ നടത്തുന്ന ആളിപ്പം രാഷ്ട്രീയം വിട്ട് സിനിമയാണ് പതിവാറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം രാഷ്ട്രീയം ക്ലച്ച് പിടിക്കുന്നില്ല എന്ന് തോന്നുന്നു. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ദിലീപിനെയൊക്കെ പോലുള്ളവനെ തെറി വിളിച്ചുകൊണ്ടും ഒക്കെ പ്രോഗ്രാം ചെയ്ത് നമുക്ക് 10 കാശുണ്ടാക്കാമെന്ന് തോന്നിക്കാണും. എനിക്ക് പ്രിയപ്പെട്ട സഖാക്കളോട് പറയാനുള്ളത്, എൻ്റെ പ്രോഗ്രാം കാണുന്നവരോട് മാത്രമല്ല, പ്രിയപ്പെട്ട സഖാക്കളോട് ഞാൻ പറയുന്നു, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായ MA ബേബിയെ സംശയത്തിൻ്റെ നിഴൽ നിർത്തുന്ന ഇതുപോലുള്ള പ്രോഗ്രാമുകൾ കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇതെല്ലാം ഒരു അജണ്ടയുടെ ഭാഗമാണ് എന്ന് മാത്രം നിങ്ങൾ വിശ്വസിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.